പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനമാണ് 10 കൽപ്പനകൾ. ഈ കൽപ്പനകളെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം തുടരുമ്പോൾ ഇന്ന് നാം സംസാരിക്കുന്നത് കത്തോലിക്കാ പാരമ്പര്യത്തിലെ രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ഈ കൽപ്പന നമ്മുടെ സംസാരത്തിലും ചിന്തകളിലും ദൈവത്തിന് നാം നൽകേണ്ട ആദരവിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ഈ കൽപ്പന എത്രത്തോളം ഗൗരവമായതാണെന്ന് നമുക്ക് POC ബൈബിളിലെ പുറപ്പാട് 20:7 വാക്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. എന്തെന്നാൽ കർത്താവ് തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ ശിക്ഷിക്കാതെ വിടുകയില്ല. സുഹൃത്തുക്കളെ, ബൈബിളികമായ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ നാമം എന്നാൽ ആ വ്യക്തിയുടെ സത്തയും ശക്തിയും വ്യക്തിത്വവും മഹത്വവുമാണ്. ദൈവത്തിന്റെ നാമം അവിടുത്തെ പരിശുദ്ധമായ വ്യക്തിത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം നാം വൃഥാ ഉപയോഗിക്കുമ്പോൾ നാം നിസ്സാരവൽക്കരിക്കുന്നത് അവിടുത്തെ അനന്തമായ ശക്തിയെയും വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തതയെയുമാണ്. അവിടുത്തെ നാമം എപ്പോഴും ഭക്തിയോടും ബഹുമാനത്തോടും കൂടി മാത്രമേ ഉച്ചരിക്കാവൂ എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. കത്തോലിക്കാ സഭയുടെ വേദോപദേശം CCC ഈ കൽപ്പനയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഏറ്റവും പ്രധാനമായി നാം ഒഴിവാക്കേണ്ടത് ദൈവനിന്ദയാണ്, ബ്ലാസ്ഫെമി. ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കുകയോ ദുഷിക്കുകയോ അവിടുത്തെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നത് ഈ കൽപ്പനയുടെ ഏറ്റവും ഗുരുതരമായ ലംഘനമാണ്. നമ്മുടെ സംസാരം ദൈവത്തിന്റെ നന്മയെയും സ്നേഹത്തെയും പ്രതിഫലിക്കേണ്ടതാണ്. കൂടാതെ കള്ളസത്യം ചെയ്യുന്നതിനെക്കുറിച്ചും നാം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ നാമം ഉപയോഗിച്ച് കള്ളസത്യം ചെയ്യുമ്പോൾ നാം ദൈവത്തെ നമ്മുടെ കളവിന്റെ സാക്ഷിയായി നിർത്തുകയാണ്. സത്യം പറയുമെന്ന് ദൈവനാമം ഉച്ചരിച്ച് പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ വാക്ക് നാം വിശ്വസ്തതയോടെ പാലിക്കണം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമ്മുടെ ഉവ്വ് എന്നാൽ ഉവ്വ് എന്നും ഇല്ല എന്നാൽ ഇല്ല എന്നുമായിരിക്കണം. നിസ്സാര കാര്യങ്ങൾക്കായി ദൈവത്തെക്കുറിച്ചോ വിശുദ്ധരെക്കുറിച്ചോ ഉള്ള അനാവശ്യമായ തമാശകളോ അശ്രദ്ധമായ സംസാരങ്ങളോ ഒഴിവാക്കുന്നത് നാമത്തിന്റെ പരിശുദ്ധി നിലനിർത്താൻ അത്യാവശ്യമാണ്. ദേഷ്യത്തിലോ നിരാശയിലോ പോലും ദൈവനാമം ദുരുപയോഗം ചെയ്യുന്നത് അവിടുത്തെ മഹത്വത്തോടുള്ള വലിയ അനാദരമാണ്. സുഹൃത്തുക്കളെ, മാമോദിസായിലൂടെ ക്രിസ്തുവിന്റെ നാമത്തിൽ പങ്കാളിത്തം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പ്രവൃത്തികൾ മോശമാകുമ്പോൾ നാം ക്രിസ്തുവിന്റെ നാമത്തെയാണ് ലോകത്തിന്റെ മുമ്പിൽ അവഹേളിക്കുന്നത്. അതുകൊണ്ട് ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നത് ദൈവനാമത്തെ നമ്മുടെ ഹൃദയത്തിൽ പൂജിതമായി സൂക്ഷിക്കാനാണ്. നമ്മുടെ എല്ലാ വാക്കുകളും പ്രതിജ്ഞകളും സംഭാഷണങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം നൽകുന്നതാകട്ടെ. ദൈവത്തിന്റെ നാമം നമ്മുടെ അധരങ്ങളിലും ജീവിതത്തിലും എന്നും സ്തുതിക്കായി മാത്രം നിലനിൽക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.